ഗായ്സ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഗായ്സ് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഗായ്സ് നമ്മൾ കാണാൻ പോവാണ്. കാത്തിരുന്ന് കാണാം ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ നടന്ന് പകുതി എത്തിയിട്ടുള്ളൂ. ഭയങ്കര വെയിറ്റിംഗ് ആണ് ഗായ്സ് ഇവിടെ. പകുതിയിലെത്തിയില്ലേ? 800 കിലോമീറ്റർ നടക്കണം. എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഒരു ഇതായി വരുന്നില്ല. വേഗം നടക്കാം, മുമ്പ് നടക്കാം. നല്ല മഞ്ഞാണ്. ഗായ്സ് ഫൈനലി നമ്മൾ കേറാണ് ഗായ്സ്. ഇതിനപ്പുറത്താ, ഇവിടെ അല്ല കേട്ടോ, ഇതിന് മെയിൻ എൻട്രൻസ് ഇതിനപ്പുറത്താണ്. വെച്ച് ഇതിനുള്ളിൽ കൂടെ കയറുന്നതാണത്. ഇവിടെ കുറേ ആളുണ്ട്. ചിലപ്പോൾ റീലെടുക്കാൻ പോയവർക്ക് കാണാൻ പറ്റാത്ത പോലെ നമുക്ക് കാണാൻ പറ്റൂല. മര്യാദയ്ക്ക് റീലെടുക്കാൻ പറ്റൂല എന്നൊക്കെ തോന്നുന്നു. നമുക്ക് നോക്കാം ഗായ്സ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ രോമാഞ്ചം വരുന്നത് ഗായ്സ്. ഒരു കോരിത്തെരിപ്പ് ഗായ്സ്. വാവ് വാവ്, ശരി ഭഗവാനെ എന്താ ഇത്. ഗായ്സ് ഫൈനലി നമ്മൾ കയറാൻ പോവാണ് ഗായ്സ്. ഇവിടുന്ന് കാണുന്നുണ്ടല്ലേ പൈസോട് കയറാൻ. ഇവിടുന്ന് കാണാൻ പറ്റൂല പറഞ്ഞിട്ട് പറ്റിച്ചു ഗായ്സ്. താജ്മഹലിനെ കുറിച്ചുള്ള കുറേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് വാടാ. കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അത് നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണൂ. പെട്ടെന്ന് അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ലോകാത്ഭുതങ്ങളിലൊന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത്. ഇതായിരുന്നു ഗൈസ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. പക്ഷെ ഞാനവിടെ പോയാലോ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ, ഇതാദ്യമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടപ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ട നിങ്ങൾക്കത് മനസ്സിലാവും. നിൽക്കുന്നു താജ്മഹൽ കാണുന്നില്ല. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. നിങ്ങൾ കണ്ടോ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് കണ്ടോ ഗൈസ്? അതാ നമ്മളെ മുന്നിൽ ഇപ്പം നിൽക്കുന്നത്. വൈഡ് കയറ്റണോ? വൈഡ് അപ്പോ ഗായ്സ് നമ്മളിത് താജ്മഹലിന്റെ മുന്നിലാണുള്ളത്, തൊട്ട് മുന്നിൽ. നമുക്കൊന്ന് പോയി തൊട്ട് നോക്കിയാലോ ഗായ്സ്? നമുക്കത് പോയി തൊട്ട് നോക്കാം. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ. മതിലാണെങ്കിൽ നമ്മൾ തൊട്ടു ഗായ്സ്. ഉള്ളിലാണെങ്കിൽ നല്ല പൈസ വേണം, പക്ഷെ നമുക്ക് ഇത്ര മതി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ്, താജ്മഹലിനോട് ചാറ്റം പറഞ്ഞിട്ട്. നമുക്ക് ഗൈസ് ഇവിടെ ഒരാളെ നമുക്ക് കാണാം. കണ്ണ് കാണാനൊക്കെ മറിച്ചതാ. ഇവിടെ ഒരു കോഴി ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വായി നോക്കി കൊള്ളാണ്. ആര്
ഈ മഞ്ഞ അങ്ങനെ നമ്മള് പുതിയ ഒരു വണ്ടിയിലാണ് നമ്മൾ പോവാണ്. നമ്മള് നല്ല വണ്ടി ഗായ്സ്. എല്ലാവരും ആയി പറ. അതിലൂടെ പോകുമ്പോൾ ഈ സാധനം കണ്ടേരോ, അത് പരീക്ഷിക്കണം എന്ന് എനിക്കൊരാഗ്രഹം. എന്താണെന്നറിയില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അടുത്തത് ആഗ്ര ഫോർട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അയ്യോ ഇപ്പൊ എന്താ ബക്കാണ്. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ അങ്ങനെ എൻ്റെ പാൻറ്റും പിന്നെ എൻ്റെ കുപ്പതിൻ്റെ മുകളിൽ അപ്പാൽ എടുത്തിട്ടുണ്ട്. എന്നാ നോക്ക്, ഇതേത് ബംഗാളിയാ? ഇതേത് ബംഗാളിയാ? പക്ഷെ വൃത്തിയുണ്ട് ഗൈസ്. പ്രൊഫഷണൽ ഫോട്ടോ പറയാൻ നമ്മളെ CPL കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് മൈന കണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെന്ന് നോക്കാം. എന്നാ രസം ആ തിരക്ക് തന്നെ, കാരണം ഒരു ആൾക്കാർ നോക്കാനുണ്ട്. What is this? Wow, wow, wow. Okay, guys, നമുക്കിങ്ങനെ കാത്തു വീഡിയോ എടുക്കുന്നുണ്ടോ? നിങ്ങൾ ചിരിച്ചോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗൈസ് ഇവിടുന്ന് പറയുന്നത് അവിടെ കേൾക്കുന്നത്. ഗൈസ് മൂലക്ക് ഒന്നുകൂടി പറഞ്ഞേക്കാം. ഒന്നുകൂടി എടാ ഇവിടുത്തെ ചുമരുകൾക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട്. ഒരു മൂലയെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ മൂലയിൽ അത് കേൾക്കും. എന്താല്ലേ ഒരു ടെക്നോളജി. നമ്മളിവിടെ കോലത്തിലാണ് കഴിച്ചിട്ടുള്ളത്. ഒരാൾക്ക് കറങ്ങുന്നുണ്ട്. നമ്മളിത് എങ്ങനെ കറങ്ങാൻ അതിൻ്റെ കോലത്തിൽ ഇവിടെ കാഴ്ച ഭയങ്കര സെറ്റപ്പാട്ടോ ഫുള്ള്. ഹലോ ഗൈസ്, കുരുവിനൊരു നൊമ്പര കഥ പറയാനുണ്ട്, നമുക്ക് ചോദിക്കാം. ഹായ് ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസത്തിലൂടെയാണ് കടന്നു പോയത്. എൻ്റെ പെട്ടി പറഞ്ഞോ, അതെനിക്കൊരു പെട്ടിയായി മാറി. അത്രേ ഉള്ളൂ ഗൈസ്. എന്താന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഇവിടെ പറ്റിച്ചു. എൻ്റെ പെട്ടിയെല്ലാം പോയി. എൻ്റെ ചേച്ചിൻ്റെ പെട്ടിയാണ്. അതെ, ഷാനുണ്ടൊരു പെട്ടി. എവിടെ അല്ല ബാഗ് സോറി ബാഗ്. ആ നാറുന്ന ബാഗിന്റെ മുകളിലാണ് ഗൈസ് എൻ്റെ പെട്ടി. ബാഗിന്റെ അല്ല, പ്രോപ്പർട്ടി നാറിയിട്ട് എടുക്കാനാണ് ഗൈസ്. ഗാർഡ്സ് ആയിട്ടാണ്. ഞാൻ എന്താ ചെയ്യാ? കുരുവിന്റെ ഇവിടെ ഉള്ള ആരും വിശ്വസിക്കരുത്. പെട്ടി നന്നാക്കുന്നു പറഞ്ഞു കുറെ ആൾക്കാർ വരും, ഒരെണ്ണത്തിന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഇവിടെ പവർ ഓഫ് ആയ ഒരു സ്പീക്കർ ഇരിക്കുന്നുണ്ട്. ഇതാ അതന്നെ, അയാളെ സ്പീക്കർ അടിച്ചു ഗൈസ്. ഇവിടെ കണ്ടോ, ഇവിടെ അമ്മായി കുത്തിരിക്കുന്ന കണ്ടോ? അമ്മായി അടിച്ചു ഗൈസ്. പക്ഷെ നമ്മുടെ പോളിസി എന്താ വെച്ചാൽ ചത്തുക്കുണ്ടെങ്കിൽ വേണ്ടി ചോടുന്ന ടീമാണ്. അതുകൊണ്ട് ചാവാനായി എന്നാലും ഇങ്ങനെ ഓക്കെ ബൈ. ഇത് ഗൈസ് കുഞ്ഞാപ്പൂന്റെ ടൈച്ചറാണ്, ഇവനാണ് കട്ടത്. ഇപ്പൊ വേറൊരാളെ കാണിച്ചു തരാം. ബ്ലസ് ചെയ്യുന്നു ഗൈസ് അനുരൂപ്. കുഞ്ചിന് എപ്പോഴും പറയണം ഗൈസ്, കുഞ്ചു ചത്താൽ എഴുന്നേറ്റ് ഓടുന്നുള്ളത് കുഞ്ചിന് എപ്പോഴും പറഞ്ഞു നടക്കണം. അതാണ് ഞാൻ രണ്ടുകൂടെ പറഞ്ഞിട്ടുള്ളൂ ഗൈസ്.